ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിൻ്റെ പോരിശയാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വചനം ഞങ്ങൾ 12,000 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ സഫലമാകുന്നതാണ്. അതായത് ഞങ്ങളുടെ മകളുടെയോ മകൻ്റെയോ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു ആലോചന ശരിയാകണമെന്ന് ഞങ്ങൾ നിയത്ത് വെക്കുകയും അങ്ങനെ 12,000 പ്രാവശ്യം, അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും, വീട് അല്ലെങ്കിൽ ജോലി, അങ്ങനെ എന്ത് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഹജ്ജിന് പോകണം അല്ലെങ്കിൽ ഉംറക്ക് പോകണം, അങ്ങനെ എന്തെന്നാണ് ഞങ്ങൾക്ക് നിയത്ത് മനസ്സിൽ വെക്കുന്നത്, എന്ത് തന്നെ ആയാലും അത് സഫലമാകുന്നതാണ്. അതിൻ്റെ ചിലയുടെ രീതി ഇങ്ങനെയാണ്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 3 സ്വലാത്ത്, അത് ഏത് സ്വലാത്താണെങ്കിലും പ്രശ്നമില്ല. ഇബ്രാഹിമിയ സ്വലാത്തോ അല്ലെങ്കിൽ സാധാരണ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തോ, നിങ്ങൾക്കിഷ്ടമുള്ള 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ 12,000 ബിസ്മിയാണ് ഞങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഓരോ 1000 ബിസ്മിയുടെ ശേഷവും 3 സ്വലാത്ത് നബിയുടെ പേരിൽ ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യണം. ഞങ്ങളുടെ ഉദ്ദേശം പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യണം. അങ്ങനെ 12,000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നിറവേറ്റി തരുന്നതാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം ഉദ്ദേശിച്ച് ചൊല്ലിയതാണ്, എനിക്കത് സഫലമായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യത്തിന് ഞാൻ ചൊല്ലാൻ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ ബിസ്മി ഞങ്ങൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഉറങ്ങുമ്പോഴും ഞങ്ങൾ ബിസ്മി തുടങ്ങുന്ന ഒരു ദിക്റാണ് ചൊല്ലുന്നത്. ഉറങ്ങുമ്പോൾ ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ബിസ്മിക റബ്ബി വളഹതു ജംബി വബിക അർഫഉ ഇൻ അംസഖത നഫ്സി വറഹംഹാ വഇൻ അർസൽതഹാ വഹ്ഫദ്ഹാ ബിമാ തഹ്ഫദ് ബിഹി ഇബാദിക സ്വാലിഹീൻ എന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ചൊല്ലേണ്ടത്. അത് ചുരുക്കി ഞങ്ങൾക്ക് ബിസ്മില്ല എന്ന് പറഞ്ഞാലും മതിയാകും. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ പകുതിയായാലും ലാസ്റ്റ് ഒരു വാരൽ മാത്രമേ ബാക്കിയുള്ളതെങ്കിലും ഞങ്ങൾക്ക് ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് ചൊല്ലാവുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ എന്നതാണ് ചൊല്ലേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാസാ വർസുഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഇതാണ്. കുറച്ചും കൂടി ഞങ്ങൾ വിശദീകരിച്ച് ചൊല്ലുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചൊല്ലാം, അല്ലെങ്കിൽ വെറും അൽഹംദുലില്ലാ എന്ന് മാത്രം ചൊല്ലിയാലും മതി. ബിസ്മിയുടെ ഗുണങ്ങളും മഹാത്ഭുതങ്ങളും പറഞ്ഞാൽ തീരാത്തത്ര അത്രയും ഗുണങ്ങളുണ്ട് ഈ ഇസ്മിന്. ഈ ആയത്തിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കടലോളം ബിസ്മിയുടെ ഗുണങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഖുർആനും ഹദീസും എന്ന ഈ ചാനൽ വിജയിപ്പിക്കുക. താങ്ക് യു.